നമ്മുടെ ഖജനാവിനെ പറ്റിയും നമ്മുടെ ധനകാര്യ സ്ഥിതിയെപ്പറ്റി അദ്ദേഹത്തിന് ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. അതുതന്നെയാണ് സർട്ടിഫിക്കറ്റ്. ഇതാകെ തകർന്ന സ്ഥിതിയല്ല, മെച്ചപ്പെട്ടിട്ടേ ഉള്ളൂ. 54,000 കോടി രൂപ നികുതിയേതര വരുമാനം 5 വർഷം മുമ്പ് ഉണ്ടായിരുന്നത് 1,04,000 കോടിയിലേക്ക് വർദ്ധിച്ച് നമ്മുടെ സ്ഥിതി വന്നു എന്ന് മാത്രമല്ല, ധനകാര്യ കമ്മീഷന്റെ അടുത്ത് കേന്ദ്ര ഗവൺമെന്റുമായി നമ്മൾ ഫൈറ്റ് ചെയ്ത് 15ാം ധനകാര്യ കമ്മീഷൻ ഉള്ളതിനേക്കാളിലും കിട്ടുന്നതിനേക്കാളിലും ഒരു 0.5% നമുക്ക് നമ്മുടെ ഡിവിസി പൂളിൽ നിന്ന് വരുമാനം കിട്ടി. അതുകൊണ്ട് 10,000 കോടി രൂപയാണ് കഴിഞ്ഞ വർഷത്തെക്കാളും ഈ വർഷം അധികം കിട്ടുന്നത്, അത് മാത്രം. അപ്പോൾ ആ തരത്തിൽ നല്ല ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. എന്തായാലും നമുക്കെല്ലാം, പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും, കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണമുണ്ടാവണമെന്നേ നമുക്ക് ആഗ്രഹമുള്ളൂ. നല്ലതുപോലെ ഗുണമുണ്ടാവേണ്ട കാര്യങ്ങൾ തന്നെ പുതിയ ഗവൺമെന്റ് ചെയ്യണം. ഗവൺമെന്റ് പുതിയ മുന്നണിയുടെ ആയിരിക്കും, പക്ഷേ നാട്ടിൽ ഗുണമുണ്ടാവേണ്ട കാര്യങ്ങൾ നന്നായി മുന്നോട്ട് ചെയ്യുന്നതിന് എല്ലാ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷേ സത്യം പറയണം, അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയമായി കാര്യങ്ങൾ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറയാനുള്ള ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ധവളപത്രം വരട്ടെ, കൃത്യമായ കണക്കുകളാണെങ്കിൽ യാതൊരു ആശങ്കയില്ല. ഞങ്ങളുടെയിലും അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്, നമുക്ക് അക്കാര്യം വെച്ചിട്ട് ചർച്ച ചെയ്യാം. എന്തായാലും അപകടകരമായ സ്ഥിതിയിലല്ല കേരളം എന്ന് വ്യക്തമാക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആദ്യ ക്യാബിനറ്റിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായത്. ഈ 5 അവര് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്ന വലിയ സാമ്പത്തിക ചെലവ് വരുന്നതാണ്. അപ്പം ഒരുപക്ഷെ വി.ഡി. സതീശൻ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെക്കുറിച്ചൊരു പൊതുബോധ്യം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കുമോ ഇവരുടെ ഈ 5 ഗ്യാരണ്ടികൾ ആദ്യം തന്നെ പ്രഖ്യാപിച്ചതിന്റെ ഒരു കാരണം? ഞാനതാ പറഞ്ഞത്, എന്തായാലും ഈ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചത് നടപ്പിലാക്കാൻ പറ്റുമെന്നൊരു ധാരണ ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ. കേരളത്തിന്റെ ഒരു പ്രത്യേകത, എല്ലാ വകുപ്പിലും വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ അവർ എല്ലാ പാർട്ടിക്കാരും ഉണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് അതീതമായി കാര്യങ്ങൾ പുറത്ത് പറയും. അപ്പോൾ ആ കിട്ടിയ വിവരം അനുസരിച്ചും നമ്മുടെ ഞങ്ങൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതും മറ്റ് പ്രസിദ്ധീകരിക്കുന്ന കണക്കുകളും ഒക്കെ കൃത്യമായ കണക്കുകൾ വെച്ചിട്ടാണ്. അത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ ഈ 5 ഗ്യാരണ്ടി എന്ന് പ്രഖ്യാപിച്ചത്. ആ 5 ഗ്യാരണ്ടി പ്രഖ്യാപിച്ചത് കൃത്യമായി നടപ്പിലാക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം അവർക്കുണ്ട്. ആ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് പ്രഖ്യാപിച്ചത്. അത് നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രീ ആന്റണിയെ പോലെയുള്ള ആളുകൾ എന്തെങ്കിലും ബുദ്ധി ഉപദേശിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല.